ശബരിമല സ്വർണ്ണപ്പാളി കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ദ്വാരപാലക ശില്പങ്ങളിലെ പീഠങ്ങൾ സ്വർണം പൂശാൻ സ്പോൺസർ ചെയ്ത ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ ബന്ധുവിൽ നിന്ന് കണ്ടെത്തിയ കാര്യം ദേവസ്വം വിജിലൻസ് ഇന്ന് കോടതിയെ അറിയിക്കും. ബിനിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബിനിൽ, വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട ആ കോടതിയുടെ ഉത്തരവിൽ തന്നെ കൃത്യമായി കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. എവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ടാകാം എന്നത് വിധിയുടെ ഭാഗമാക്കിക്കൊണ്ട് തന്നെയാണ് വിജിലൻസ് അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടത്. ഈ കാര്യം കൂടി കോടതിയുടെ പരിഗണനയിലേക്ക് വരുമ്പോൾ അത് ഗൗരവതരമായ ഒരു തലത്തിലേക്ക് എത്തും. തീർച്ചയായും മാധു, അല്പസമയത്തിനകം തന്നെ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഈ കേസ് പരിഗണിക്കാൻ പോവുകയാണ്. ദേവസ്വം വിജിലൻസ് SP നേരിട്ട് ഹൈക്കോടതിയിലെത്തി ഇത് സംബന്ധിച്ച വിശദീകരണം കോടതിയെ അറിയിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എവിടെ നിന്നാണ് സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട ആ പീഠം കിട്ടിയത് എന്ന കാര്യം കോടതിയെ നേരിട്ട് അറിയിക്കും. കാരണം കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ PS പ്രശാന്ത് അടക്കമുള്ളവർ ഇത് കണ്ടെത്തിയതിൽ വലിയ ആഹ്ലാദിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹൈക്കോടതിക്ക് കൃത്യമായ വിവരം ഈ കാര്യത്തിൽ കിട്ടിയിരുന്നു എന്നതാണ്. ആദ്യം ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടാണ് കോടതിയുടെ മുന്നിലേക്ക് വരുന്നത്. ഇതിൽ മൊത്തം സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ആ റിപ്പോർട്ട്. അതിൽ കോടതി ഇടപെടുമ്പോൾ തന്നെ ഹൈക്കോടതിക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിന് പിന്നിൽ കൃത്യമായ കള്ളക്കളി നടന്നിട്ടുണ്ട് എന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ രേഖകളടക്കം വിളിച്ചു വരുത്തി ഹൈക്കോടതി പരിശോധിക്കുകയും അത് ദേവസ്വത്തിൻ്റെ വിജിലൻസ് അന്വേഷിക്കണം എന്ന നിർദ്ദേശം നൽകുകയും ആ റിപ്പോർട്ട് വേഗത്തിൽ തരണം എന്നാവശ്യപ്പെടുകയും ചെയ്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഈ സ്പോൺസറെ ലക്ഷ്യം വെച്ച് തന്നെയായിരുന്നു ഹൈക്കോടതിയുടെ നീക്കമുണ്ടായത്. അത് ഹൈക്കോടതിയുടെ ഇത് സംബന്ധിച്ച ആദ്യ ഉത്തരവിൽ തന്നെ അത് വ്യക്തവുമാണ്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇൻകം ടാക്സ് റിട്ടേൺ അടക്കമുള്ള കാര്യങ്ങൾ അതടക്കം കോടതിയുടെ മുന്നിലേക്ക് നൽകണം എന്ന് ഈ സ്പോൺസറെ കക്ഷിയാക്കിക്കൊണ്ട് കോടതി ആവശ്യപ്പെട്ടു. അതായത് ഈ വ്യക്തിയുടെ സാമ്പത്തിക ഇടപാടുകൾ കൃത്യമായും പരിശോധിക്കുക എന്ന് തന്നെയാണ് കോടതി ഉദ്ദേശിച്ചത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ കേട്ട ഒരു പ്രതികരണം ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് A പത്മകുമാറിൻ്റെതാണ്. അതായത് ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ അദ്ദേഹമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്. അദ്ദേഹം ചോദിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്ത് ലാഭം എന്നതാണ്. അവിടെ ഈ 2019 രേഖകൾ പരിശോധിച്ച ശേഷം ഹൈക്കോടതി ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട സംശയമുണ്ട്. അതായത് ഈ ദ്വാരപാലക ശില്പത്തിൽ ആ 2019 അത് ഇളക്കിയെടുത്തപ്പോൾ അത് അവിടെ വെച്ച് തൂക്കിയപ്പോൾ, സന്നിധാനത്ത് വെച്ച് തൂക്കിയപ്പോൾ, അത് മൊത്തത്തിൽ തൂക്കിയപ്പോൾ 42 കിലോയും അത് സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിയപ്പോൾ 38 കിലോയുമായി കുറഞ്ഞു. ആ 4 കിലോ എവിടെ പോയി എന്നതായിരുന്നു കോടതിയുടെ ഒന്നാമത്തെ ചോദ്യം. അതോടൊപ്പം തന്നെ 2019 തന്നെ അവിടെ യഥാർത്ഥത്തിലുള്ള ഒരു സ്വർണ്ണപ്പാളി, ആ യഥാർത്ഥ സ്വർണ്ണപ്പാളി ഈ ദ്വാരപാലക ശില്പത്തിൽ ഉണ്ടായിരുന്നതായി ഈ റിപ്പോർട്ടിൽ പറയുന്നു. അതടക്കം പരിശോധിക്കാനാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. നടത്തിയ മറ്റ് പ്രധാനപ്പെട്ട ഒരു പരാമർശം എന്ന് പറയുന്നത് അവിടെ നിന്ന് കൊണ്ടുപോയത് തന്നെയാണോ തിരികെ എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. അതായത് ശബരിമലയിൽ ഇരുന്ന സ്വർണ്ണപ്പാളി എന്ന മൂല്യമുള്ള വസ്തു, ശബരിമലയിൽ ഇരുന്ന മൂല്യം അതുള്ള ഒരു വസ്തു തന്നെയാണോ പിന്നീട് തിരികെ എത്തിയത് എന്ന ഒരു സംശയം കൂടി കോടതി പ്രകടിപ്പിച്ചു. മാധു, അതിലേക്കാണ് ഞാൻ വന്നത്. അതായത് ഇപ്പോൾ അവിടെയുള്ളത് ചെമ്പിൽ സ്വർണം പൂശിയ പാളിയാണുള്ളത്. പക്ഷെ അവിടെ യഥാർത്ഥത്തിലുള്ള സ്വർണം പാളി ഒരു ഗോൾഡിൻ്റെതായിട്ടുള്ള പാളി തന്നെ ഉണ്ടായിരുന്നു എന്നത് 2019 ചില രേഖകളിലുണ്ട് എന്ന് കോടതിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഈ കൃത്യമായ അന്വേഷണത്തിലേക്ക് അടക്കം കോടതി പോയത്. അങ്ങനെയെങ്കിൽ ആ സ്വർണം എവിടെ പോയി എന്ന് കണ്ടെത്തുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോഴുള്ളത് ചെമ്പിൽ സ്വർണം പൂശിയതാണ്. അവിടെ പോലും കോടതിയുടെ ഒരു പരാമർശം വളരെ കൗതുകകരമാണ്, നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഈ ദ്വാരപാലക ശില്പവും അതിൻ്റെ പീഠവും ഒക്കെ കൂടി നോക്കുമ്പോൾ 101 സ്ക്വയർ ഫീറ്റാണ് അതിൻ്റെ വിസ്തൃതി ഉള്ളത്. യഥാർത്ഥത്തിൽ ഈ 40 വർഷത്തെ വാറണ്ടിയുള്ള ഒരു സ്വർണം പൂശൽ നടക്കണമെങ്കിൽ 1 സ്ക്വയർ ഫീറ്റ് പൂശിയെടുക്കുമ്പോൾ മിനിമം 8 ഗ്രാം സ്വർണം വേണമെന്നാണ് കോടതി പറയുന്നത്. അങ്ങനെയെങ്കിൽ 101 പവൻ സ്വർണം വേണം യഥാർത്ഥത്തിൽ ഇത് കൃത്യമായ രീതിയിൽ, നല്ല രീതിയിൽ സ്വർണം പൂശിയെടുക്കാൻ. അവിടെ ഇത് പരിശോധിച്ചപ്പോൾ മനസ്സിലാകുന്നത് 397 ഗ്രാം, അതായത് 50 പവനിൽ താഴെ മാത്രമേ അവിടെ ആ സ്വർണം ഇപ്പോഴുള്ളൂ എന്നതാണ്. അതായത് ഇത് ശരിയായ രീതിയിലുള്ള സ്വർണം പൂശൽ നടന്നിട്ടില്ല, മൊത്തത്തിലൊരു കബളിപ്പിക്കലാണ് നടന്നത്. അത് കോടതിക്ക് ആദ്യ ദിവസം തന്നെ മനസ്സിലായി. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ശരി, ബിനിലാണ് വിലയേറിയ വിവരങ്ങൾ നമ്മളോട് പങ്കുവച്ചത്.